മുനമ്പം ഹാർബറിൽ നിന്നും 40ഓളം പേർ വിദേശത്തേക്ക് കടന്നതായി സംശയിക്കുന്ന സംഭവത്തിൽ വിമാനത്താവള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഡൽഹിയിൽ നിന്ന് വിമാനത്തിലെത്തിയവർ ബോട്ടിൽ കടന്ന സംഘത്തിലുള്ളതായി വിവരം കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവളത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചത്. മനുഷ്യക്കടത്തിന് ഉപയോഗിച്ച ബോട്ട് കണ്ടെത്താൻ വ്യാപക തെരച്ചിൽ നടക്കുകയാണ്. മുനമ്പം മനുഷ്യക്കടത്ത് സംഭവത്തിൽ ദേശീയ ഏജൻസികൾ ഊർജിത അന്വേഷണം തുടങ്ങിയതായി പോലീസ്. സംഭവം അതീവ ഗൌരവമായാണ് കാണുന്നതെന്ന് എറണാകുളം റൂറൽ എസ്പി രാഹുൽ ആർ നായർ പറഞ്ഞു. രാജ്യത്തെ ഉത്തരവാദപ്പെട്ട എല്ലാ ഏജൻസികളും സ്വന്തം നിലയിൽ അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം എല്ലാ വശങ്ങളും ഇതിൻ്റെ വിവിധ വശങ്ങളെല്ലാം തന്നെ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. സാധ്യതകളും എല്ലാം പരിശോധിക്കുന്നുണ്ട്. അത് ബാഗുകൾ അവിടെ വരാനുണ്ടായ കാരണം എന്താണ്, ബാഗിൻ്റെ ഉടമസ്ഥന്മാരാരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തിനാണ് അങ്ങനെയാണെങ്കിൽ അവിടെ വന്നത് എന്നീ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെട്ടാണ്. അതിന് പോലീസ് സ്വമേധയാ പോവുക, അങ്ങനെ പോലീസിൻ്റെ ഭാഗം ചെയ്യുന്നുണ്ട്. ബാക്കി ഇതിൽ ബന്ധപ്പെട്ട ഏജൻസികൾ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ ഭാഗവും. വിദേശത്തേക്ക് കടന്നവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്നില്ല എന്ന് ഇവർ താമസിച്ചിരുന്ന ബീച്ച് റാലി റിസോർട്ടിലെ ജീവനക്കാർ പറയുന്നു. മലയാളം, തമിഴ്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളായിരുന്നു ഇവർ സംസാരിച്ചിരുന്നതെന്നും ബീച്ച് വാലി റിസോർട്ടിലെ ജീവനക്കാരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ആദ്യം വന്ന 5 പേര്, അച്ഛനും അമ്മ, മക്കള്. എത്ര ദിവസമാണ് അവരിവിടെ? 5-6 ദിവസത്തോളം താമസിച്ചു. അതായത് 5-ാം തീയതി വന്നു കഴിഞ്ഞിട്ട് ഹർത്താലിന്റെ പിറ്റേ ദിവസം പോയി. അപ്പൊ എവിടേക്കുള്ള ആൾക്കാരാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണെന്നുള്ളത്? പല ഭാഷയും സംസാരിക്കണ്ടേ. നമ്മൊരു ഉത്തരേന്ത്യക്കാരാണെന്നുള്ള ഇതിലാണ്. ബഹുഭൂരിപക്ഷം പേരും ഹിന്ദിയാണ് സംസാരിക്കുന്നത്, പെണ്ണുങ്ങളും ഇതുമൊക്കെ. ഈ ഇംഗ്ലീഷൊന്നും അവർക്ക് മറ്റേ യുവാക്കൾക്ക് അറിയാം. 2-3 പേർക്ക്. അവർ 1-2 പേര് തമിഴും പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി ചേരുന്നു ശരൺ. എല്ലാ അന്വേഷണ ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. എത്രത്തോളം ഗൌരവത്തിലാണ് ഈ വിഷയത്തെ അധികൃതർ കാണുന്നത്? തീർച്ചയായിട്ടും വലിയ ഗൌരവത്തോടുകൂടി തന്നെയാണ് പോലീസ് ഇതിനെ നോക്കിക്കാണുന്നത്. IB അടക്കമുള്ള ഏജൻസികളും ഇവിടെ എത്തി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വിമാനത്താവളങ്ങളിലെ ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മുനമ്പം ഹാർബറിലാണ്. ഇവിടെ നിന്നുമാണ് ആ 40 അംഗ സംഘം ബോട്ടിൽ യാത്ര തിരിച്ചിട്ടുള്ളത്. അതായത് ആന്ധ്ര, തമിഴ്നാട് സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ദേവമാതാ ബോട്ടിലാണ് ഇവർ ഓസ്ട്രേലിയയിലേക്ക് കടന്നതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പ്രധാനമായും ഇവർ താമസിച്ചിരുന്ന റിസോർട്ടുകളും ഒപ്പം തന്നെ ഇവർ പോയ ബോട്ടിനെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കോസ്റ്റ് ഗാർഡ് ഈ ബോട്ട് കണ്ടുപിടിക്കാനുള്ളൊരു ഊർജിത ശ്രമത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും നമ്മൾ നേരത്തെ ന്യൂസ് 18 വാർത്താ സംഘം തന്നെ നേരത്തെ ചെറായിലെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പലരും തന്നെ, അതായത് അവിടെ നിന്നും എത്തിയ സംഘം, അതായത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഈ സംഘത്തിലുള്ളത്. അവർ ഇവിടെ എത്തിയ റിസോർട്ടുകൾ താമസിക്കുമ്പോൾ ഒരു രീതിയിലുള്ള സംശയത്തിലുള്ള ഒരു പെരുമാറ്റവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യമാണ് ദൃക്സാക്ഷികൾ ന്യൂസ് 18നുമായി പങ്കുവച്ചത്. അവർ പ്രധാനമായും പറയുന്നത് മറ്റു വിനോദസഞ്ചാരികളെ പോലെ തന്നെയാണ് അവർ പെരുമാറിയത്. മറ്റു രീതിയിലുള്ള ഒരു സംശയവും ഉളവാക്കുന്ന ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ള കാര്യവും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ ബീച്ച് വാലി എന്ന റിസോർട്ടിലെ ജീവനക്കാരനുമായിട്ടാണ് ഇക്കാര്യത്തിൽ സംസാരിച്ചത്. അപ്പോഴാണ് അദ്ദേഹം ഈ ഒരു കാര്യം വ്യക്തമാക്കിയത്. ഏതായാലും മറ്റൊരു കാര്യം പറയേണ്ടത് ബോട്ടിനെ കുറിച്ചാണ്. അതായത് ദേവമാത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്ധ്ര, തമിഴ്നാട് സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ദേവമാത ബോട്ടിലാണ് അവർ ഓസ്ട്രേലിയയിലേക്ക് പോയിരിക്കുന്നത്. ഈ ബോട്ട് ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. അതിനുശേഷം സമീപത്തുള്ള, അതായത് മുനമ്പത്ത് തന്നെ ഒരു പെട്രോൾ പമ്പിലെത്തുകയും അവിടെ വച്ചാണ്, തീരദേശ പമ്പിലെത്തുകയും അവിടെ വച്ചാണ് ഡീസൽ അടിക്കുകയും ചെയ്തത്. 7-ാം തീയതിയാണ് ഈ ബോട്ട് എത്തുന്നത്. 7-ാം തീയതി ബോട്ട് എത്തിയിട്ട് ഈ പമ്പുടമയോട് ഇവർ വ്യക്തമാക്കിയത് 15,000 ലിറ്റർ ഡീസൽ വേണമെന്നുള്ള കാര്യമാണ്. എന്നാൽ അന്നത്തെ ദിവസം 7,500 ലിറ്റർ ഡീസൽ മാത്രമേ അവർക്ക് അടിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും മടങ്ങിയെത്തുകയായിരുന്നു. മടങ്ങിയെത്തിയ ശേഷം അവർ വീണ്ടും 4,500 ലിറ്റർ ഡീസൽ കൂടി അടിക്കുകയുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ 12,000 ലിറ്റർ ഡീസൽ അടിച്ചുകൊണ്ടാണ് അവർ ഇവിടെ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കടന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ, അതായത് സാധാരണഗതിയിൽ അടിക്കേണ്ട ഒരു ലിറ്റർ ഡീസലിന്
മൈലിനപ്പുറം അടിച്ചതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ ഒരു ബോട്ടിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നതും. ഏതായാലും നേരത്തെ എറണാകുളം റൂറൽ SP രാഹുൽ അർനായർ തന്നെ ഇത് വ്യക്തമാക്കുകയുണ്ടായി. ഇത് വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. കാരണം ഈ മുനമ്പം ഹാർബറിന് സമീപത്തുള്ള ബോട്ട് ജെട്ടിക്ക് അടുത്തുള്ള ഒരു പറമ്പിൽ നിന്നുമാണ് 19 ബാഗുകൾ കണ്ടെടുക്കുന്നത്. ഈ ബാഗുകൾ കണ്ടെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു മനുഷ്യക്കടത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളൊരു കാര്യം പോലീസ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. അന്വേഷണം ഊർജിതമാക്കുമ്പോൾ തന്നെ എന്തൊക്കെ വിവരങ്ങൾ ഇതിനോടകം അവർക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? 41 പേരുണ്ട്. ഇവർ ഏത് നാട്ടുകാരാണ്? ശ്രീലങ്കൻ സ്വദേശികളെന്നും തമിഴ്നാട് സ്വദേശികളെന്നും സംശയമുണ്ട്. അക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ അവർ എത്തി, ചിലർ വിമാനത്തിലാണ് എത്തിയതെന്ന സംശയങ്ങൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവർ ഏത് നാട്ടുകാർ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണോ? രേണുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാർ എന്നുള്ള കാര്യമാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്നും അവർ പറയുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറായിലെ 4 റിസോർട്ടുകളിലാണ് ഇവർ താമസിച്ചിരുന്നത്. അതായത് ബീച്ച് വേലി അടക്കമുള്ള 4 റിസോർട്ടുകളിലാണ് അവർ താമസിച്ചിരുന്നത്. അവർ 10 അംഗ സംഘങ്ങൾ, അതായത് 40 അംഗ സംഘമാണ് ഇവിടെ നിന്നും വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള ഒരു സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൽ ഓരോ ഹോട്ടലുകൾ, അതായത് ഓരോ റിസോർട്ടുകളിലും ഇവർ താമസിച്ചത് 10 അംഗ സംഘങ്ങളായിട്ടാണ്. ഇവരുടെ പെരുമാറ്റത്തിൽ മറ്റ് സംശയമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്ന് റിസോർട്ട് ജീവനക്കാരും ഒപ്പം തന്നെ സമീപത്തുള്ള കോസ്റ്റ് ഗാർഡും വ്യക്തമാക്കുന്നുണ്ട്. അതായത് കാരണം ഇത്തരത്തിൽ തന്നെയാണ് അവരുടെ ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നത്. മറ്റു വിനോദസഞ്ചാരികളെ പോലെ തന്നെയാണ് അവർ പെരുമാറിയിരുന്നത്. ഏതായാലും ഉത്തരേന്ത്യയിൽ നിന്നുള്ള കൂടുതൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളായിരുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ മലയാളികളല്ലാതെ ഉത്തരേന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉള്ള സ്വദേശികളാണ് ഇവിടേക്ക് എത്തി കടന്നതെന്നുള്ളൊരു വിവരമാണ് പോലീസ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നതും. ഏതായാലും IB അടക്കമുള്ള ഏജൻസികൾ ഇവിടെ എത്തി ഊർജിതമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശരണാണ് വിവരങ്ങൾ നൽകി.